അസ്സലാമലൈക്കും. നമ്മൾ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ അതാ ചട്നിയൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കാനിട്ടാ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കറണ്ട് പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ കാലത്ത് അരച്ച് വെച്ചതാണ്. പിന്നെ നമ്മൾ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇളക്കി സെറ്റാക്കി വെച്ചിട്ടാണ്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാക്കുകയുള്ളൂ. കുട്ടികൾ വരാൻ ആവുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ വെച്ചിട്ട്. അപ്പോൾ നമ്മളങ്ങനെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചെയ്യും കേട്ടോ. പിന്നെ നമ്മളത് ചട്നിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നൊരു കുഞ്ഞു കാര്യം പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കുട്ടികളെ നമ്മൾ 7 വയസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇതൊക്കെ പഠിക്കണ പോലെ മദ്രസയിലൊക്കെ പഠിക്കണ പോലെ 7 വയസ്സായാൽ തന്നെ അവരെ നിസ്കാരം ഇതൊക്കെ നമ്മളൊന്ന് ശീലിപ്പിക്കാൻ ശ്രമിക്കണം നല്ലതാട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വലുതായാലും അവർക്ക് തോന്നുന്നത് നമ്മളെ എന്താ പറയുക, ഇതിങ്ങനെ ചെറുപ്പത്തിലേ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വലുപ്പത്തേക്ക് മടി ഉണ്ടാവില്ല അല്ലേ. മറ്റേ നമ്മൾ വലുപ്പത്തിൽ കുറച്ച് വലിയ കുട്ടികളായ നിസ്കരിക്കുക അത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവരെങ്ങനെ ശല്യം ചെയ്യുമ്പോൾ അവർക്ക് നമ്മളോട് വെറുപ്പ് തോന്നും. അപ്പോൾ ചെറുപ്പത്തിലേ അവരതിങ്ങനെ ചിട്ടയായി ചെയ്തുകൊണ്ട് വരുമ്പോൾ അവർക്കത് മടുപ്പ് തോന്നില്ല. ഇത് നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് അവർക്കും തോന്നും. അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കട്ടോ. പിന്നെ നിസ്കാരമായാലും ഖുർആൻ ഓത്തായാലും. പിന്നെ ആൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 7 വയസ്സാകുമ്പോൾ തന്നെ മദ്രസ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കാനുള്ള അടുത്തൊക്കെ പള്ളിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മഗ്‌രിബിനും ളുഹറിനും അസറിനൊക്കെ നമ്മൾ പള്ളിയിലേക്ക് അവരെ പറഞ്ഞയക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർക്ക് അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് വരും. വലുപ്പത്തേക്ക് അവരങ്ങനെ ശീലിക്കും. ഇപ്പോഴത്തെ മക്കളെന്ന് പറഞ്ഞാൽ നിസ്കാരവും ഓത്തും കാര്യങ്ങളൊന്നും ഇപ്പോൾ നല്ല കുറവാട്ടോ. പണ്ടൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മഗ്‌രിബ് വാങ്ങിക്കൊടുത്ത് നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മണ്ണെണ്ണ വിളക്കും കത്തിച്ച് വെച്ചിട്ട് ആ ഓതാനും പഠിക്കാനും ഇരിക്കണം. അതൊരു രസം തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോഴത്തെ മക്കൾ സത്യം പറഞ്ഞാൽ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പഠിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് അവർ നമ്മളിട്ട് കളിപ്പിക്കുക എന്നല്ലാതെ ഒരു കാര്യമില്ല. പിന്നെ നമ്മൾ കുറച്ച് നേരമൊക്കെ അവരെ കൂടെ ഇരിക്കുമ്പോൾ അവർ പഠിക്കും. പിന്നെ പഠിക്കണ മക്കൾ ചിലർ പറയും പഠിക്കണ മക്കളാണെങ്കിൽ എപ്പോഴും പഠിക്കും. അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ മക്കളെ നമ്മളങ്ങനെ താഴ്ത്തി കെട്ടരുത്. പഠിക്കാത്ത മക്കളാണെങ്കിൽ നമ്മൾ പരിശ്രമിക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ അവരെ കൂടെ ഇരുന്നിട്ട് പരിശ്രമിക്കുക. അല്ലാതെ നമ്മളവരെ തള്ളിക്കളയരുത് അല്ലേ. അത് ഇന്ന് പറയണമെന്ന് തോന്നിയിട്ടാണ്. എന്താ ഞാനത് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണോ ചെറുപ്പത്തിൽ നമ്മളെ മക്കളെ ശീലിപ്പിക്കണത് അതേപോലെയാവും നമ്മളെ മക്കൾ പിന്നെ വലുതാവുമ്പോൾ ശീലമുണ്ടാവും. പിന്നെ ചില മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ഉമ്മമാരോ നമ്മളോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ അവർ എടുത്തിരുന്ന് അതൊക്കെ ശ്രദ്ധിക്കും. പക്ഷെ നമ്മൾ മക്കളെ ഇടയിൽ നിന്ന് ഒരാളുടെ കാര്യമോ ആരെ കാര്യമോ നമ്മൾ മക്കളുടെ ഇടയിൽ നിന്ന് സംസാരിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, പ്രതീക്ഷിക്കാത്ത സമയത്താവും മക്കൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുക. അപ്പം നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കട്ടെ. പിന്നെ ഞാനെന്താ പണി ചെയ്യണതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മൊബൈലിൽ പിന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കേട്ടോ സലാത്തും ഇതൊക്കെ. അപ്പം ഞാൻ അത് ചെല്ലണതിനനുസരിച്ചിട്ട് നമ്മളും ഇങ്ങനെ ജോലി ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചെല്ലി കൊണ്ടിരുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു ഇതായി കിട്ടും ചെയ്യും. നമ്മളെ ജോലി നടക്കും ചെയ്യും. നമ്മളെ ആ റെക്കോർഡിനനുസരിച്ച് നമ്മളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതൊരു നല്ലതല്ലേ. അപ്പം അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കട്ടെ. സലാത്തും ദിക്കറൊക്കെ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, നമ്മളെന്തെങ്കിലും പണി ചെയ്യണതിനെടുക്കുക മൊബൈൽ അവിടെ ഓണാക്കി വെക്കുക. അപ്പം നമ്മൾ ആ ഉസ്താദ് പറഞ്ഞതിനനുസരിച്ച് നമ്മൾ ചുണ്ടും അറിയാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമുക്കതൊരു നല്ലതല്ലേ. അപ്പം നമ്മൾ വേറെയുള്ള ചിന്തകളൊക്കെ നമ്മളെ മൈൻഡിൽ നിന്ന് പോവുകയും ചെയ്യും അല്ലേ. നമ്മളപ്പോൾ ആ ദിക്കറിനനുസരിച്ചും സലാത്തിനനുസരിച്ചും നമ്മളിങ്ങനെ മന്ത്രിക്കുമ്പോൾ നമ്മളെ ചിന്തകളൊക്കെ ഒന്ന് ഫ്രീ ആവട്ടെ. അതിപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കിട്ടാ. കുറച്ച് നേരം നമ്മുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് മറക്കുമല്ലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഏർപ്പെടുമ്പോൾ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷത്തിൽ ഞാനിതും കൂടി ഉൾപ്പെടുത്തിയാട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അസ്സലാമു അലൈക്കും.